ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാട മുട്ട ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുട്ട ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ മുട്ട നല്ലൊന്ന് കഴുകിയിട്ട് വേണം കേട്ടോ പുഴുങ്ങാൻ. അപ്പോൾ മുട്ടയ്ക്ക് ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ മുട്ട വേവാനായിട്ട്. അപ്പോൾ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ തൊലി വേഗം അടർന്ന് വരും. അപ്പോൾ ഇതിൻ്റെ തൊലി പൊളിക്കലാണ് കേട്ടോ കുറച്ച് റിസ്ക്. എന്താ വെച്ചാൽ തോടിന് അധികം കട്ടിയില്ലാത്ത കാരണം മെല്ലെ വേണം പൊളിച്ചെടുക്കാൻ. അതിൻ്റെ കയമ്പ് പുറത്ത് വരാതെ വേണം കേട്ടോ പൊളിക്കാൻ. അപ്പോൾ അങ്ങനെ മുട്ട തൊലിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളകും പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇത് അടി പിടിക്കാതെ കരിയാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ടോ. അപ്പോൾ ഞാൻ തക്കാളി സോസ് ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചത്, തക്കാളി ഇടാതെ. അപ്പോൾ നമ്മളെ മുളക് പൊടിക്ക് നല്ല എരിവ് കാരണം ഞാൻ പിന്നെ കുരുമുളകും ഒക്കെ ഇട്ടപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സോസ് ഇട്ടില്ല. സോസിൽ കുറച്ച് എരിവുണ്ട്, അതുകൊണ്ട് സോസ് ഇട്ടില്ല. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഒന്ന് റെഡി വന്നതിന് ശേഷം മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ കാടമുട്ടക്ക് ഇത് ഒരു പാക്കറ്റിന് 35 രൂപയാണ് കേട്ടോ. അപ്പം ഇന്ന് വലിയ മോൾക്ക് ചെറുതാകുന്ന സമയത്ത് കാടമുട്ടൊക്കെ നിറയെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ മൂത്ത പേരക്കുട്ടി പറഞ്ഞാൽ അവളായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയും ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികവും കൊണ്ടുവന്നിട്ട് കാടമുട്ടയൊക്കെ നല്ല തിന്നിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഇവർ 2 മക്കൾ പിന്നെ തിന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ചെറിയ മോള് ഇപ്രാവശ്യം കാടമുട്ട കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും തിന്നപ്പോൾ ഓള് തിന്നില്ല കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞങ്ങൾക്ക് കാട ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ ഓള് തിന്നൂല പറഞ്ഞപ്പോൾ 4 മുട്ട എടുത്തിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് നമ്മൾ സാധാ മുട്ട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. കറിയിലെ കാടമുട്ടയാണെന്നൊന്നും കേട്ടോ. പക്ഷേ ശരിക്കും നമ്മുടെ മറ്റേ മുട്ട പൊരിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്ക് അതും കൊടുത്തു, ഞങ്ങൾക്ക് ഇതും ഇങ്ങനെ മുട്ട ഫ്രൈയും ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഈ ഫ്രൈ ചപ്പാത്തീൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെയുള്ള വീഡിയോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതിരിക്കുക, എന്ത് വേണേലും ചെയ്യട്ടോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പം നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. വന്നല്ലേ പറ്റൂ അല്ലേ.